السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സൂറത്ത് കഹ്ഫിലെ 19-ാമത്തെ ആയത്തിന്റെ ചില ഭാഗങ്ങളാണ് വിശദീകരിച്ചത്. അവിടെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ പരാമർശിക്കുകയുണ്ടായി. അള്ളാഹു ഈ ഭൗതിക ലോകത്തെ ജീവിതം ഒരു ചെറിയൊരു നിമിഷം മാത്രമാണ് നമുക്ക് നൽകിയിരിക്കുന്നതെന്നും ആ നിമിഷത്തെ സൂര്യൻ ഉദിക്കുന്നു അസ്തമിക്കുന്നു എന്നുള്ള ഒരു തോന്നലിൽ അള്ളാഹു നമുക്ക് അതിനെ വിശാലമാക്കി തരികയുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആ സമയത്തിന്റെ ആപേക്ഷികത ബോധ്യപ്പെട്ടായിരിക്കണം ജീവിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠം ഈ അസ്ഹാബുൽ കഹ്ഫിനെ വെച്ചുകൊണ്ട് അള്ളാഹു നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ ഈ ഭൗതിക ലോകത്ത് ഒരു ഇയാം പാറ്റയുടെ ഒരു ജീവിത പരിണാമ അന്ത്യത്തെ അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് പോലെ നമ്മുടെ ജീവിതത്തെയും അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. ഒരു ഇയാം പാറ്റ അതിൻ്റെ ചില സമയങ്ങളിൽ ഒരു ചാറ്റൽ മഴ പെയ്യുമ്പോൾ ഇയാം പാറ്റകള് അതിൻ്റെ ഉറവിടങ്ങളിൽ നിന്ന് പെടുന്നനെ പൊന്തി വരികയും ചിറകടിച്ച് അങ്ങ് പെട്ടെന്ന് അത് ഭൂമിയിലേക്ക് പതിച്ചു വീഴുന്നത് പോലെ, അതിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് പോലെ ചെറിയൊരു നിമിഷമാണ് ഈ ജീവിതം. ഇയാം പാറ്റയിലേക്ക് നോക്കിയിട്ട് അത് ആ മണ്ണിൽ നിന്ന് ഉയർന്നു വന്നു പെടുന്നനെ ചിറകടിച്ച് വീണ് അത് അങ്ങ് പോവുകയും ചെയ്തു എന്ന് നമ്മൾ പറയുമെങ്കിലും ആ ജീവിക്ക് നമ്മൾ കൊടുക്കുന്ന ആ സമയത്തിനപ്പുറം ജീവിതത്തിന്റെ ഒരു ആനന്ദദായകമായ ഒരു സമയം നൽകപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ സയന്റിഫിക് ആയിട്ട് ഒരു പൂച്ച 12 വർഷമാണ് ജീവിക്കുന്നത് എന്നാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സമയമാണ് ഈ 12 വർഷം എന്നുള്ളത്. പക്ഷെ ആ ജീവി അതിൻ്റെ ലോകത്ത് നമ്മൾ പറയുന്നതിനേക്കാളും എത്രയോ വർഷം അത് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പൂച്ചയെ നോക്കിയാട്ടെ, അത് പെടുന്നനെ ഒരു 6 മാസം ആകുമ്പോഴേക്ക് പ്രസവിക്കുന്നു, കുറെ കുട്ടികളെ പ്രസവിക്കുന്നു, അങ്ങനെ ഇടക്കിടക്ക് അത് പ്രസവിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കൊടുക്കുന്ന 6 മാസം എന്നുള്ളത് അല്ലെങ്കിൽ 5 മാസം എന്നുള്ളത് അത് നമ്മൾ അനുഭവിക്കുന്ന ഒരു സമയത്തിൽ നിന്ന് ഒരു ലോകത്തിൽ നിന്ന് നൽകുന്നതും മാത്രമാണ്. പക്ഷെ അതിന്റെ ലോകത്ത് അതിനേക്കാളും വിശാലമായ ഒരു സമയത്തെ ഒരു ലോകത്തെ അത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സമയം ആപേക്ഷികമാണ്. അപ്പോ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഒരു തേക്കും കാട്ട് പോയി നിന്നിട്ട് നിലമ്പൂര് തേക്കും കാട്ടിലോ അല്ലെങ്കിൽ കാലിഫോർണിയയിലെ നമ്മളാ പറഞ്ഞ വർഷങ്ങളോളം ഈ ലോകത്തെ പ്രൗഢമായി കണ്ടുകൊണ്ടിരിക്കുന്ന ആ വൃക്ഷത്തിന്റെ ചുവട്ടിലോ നമ്മൾ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നൽകുന്ന ഒരു സെക്കൻഡ് മാത്രമാണ്. പക്ഷെ നമ്മൾ ആ വൃക്ഷം നൽകുന്ന ഒരു സെക്കൻഡിനെ അല്ല നമ്മൾ അനുഭവിക്കുന്നത്, നമ്മൾ ആസ്വദിക്കുന്നത്. അതിനേക്കാൾ വിശാലമായ ഒരു ലോകത്തെയാണ് നമ്മൾ ആസ്വദിക്കുന്നത്. അപ്പോ സമയം ആപേക്ഷികമാണ്. അള്ളാഹു അത് ഈ ലോകത്ത് വെച്ച് തന്നെ നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. ഇതാ നിങ്ങളുടെ സമയം എത്രയാണെന്ന്. നിങ്ങൾ 60 വർഷം ജീവിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ 70 വർഷം ജീവിച്ചു എന്ന് നിങ്ങൾ പറയുന്നു, 100 വർഷം ജീവിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ നിങ്ങളുടെ സമയം, നിങ്ങളുടെ ജീവിതവാസം ഈ ഭൗതിക ലോകത്ത് എത്രയാണെന്ന് ഇതാ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി പോകുന്നു എന്ന് നിരന്തരം പ്രപഞ്ചനാഥനായ അള്ളാഹു നമ്മൾ ആ സമയത്ത് അനുഭവിക്കുന്നതിന് മുമ്പേ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ആ ആപേക്ഷികതയെ. അത് നന്നായി നമ്മൾ ഈ ആയത്ത് ഓതിപ്പോകുമ്പോൾ, വായിച്ചു പോകുമ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൂടി അതിൻ്റെ ഉള്ളിൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. പിന്നെ അവർ പറയാണ്, ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ ഒരു ദിവസത്തിന്റെ പാതിയോ നമ്മൾ ജീവിച്ചു. ഉയർത്തെഴുന്നേൽപ്പുമായിട്ട് അവർ പെടുന്ന ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നു. അവരുടെ ശരീരത്ത് ഒരു മാറ്റവുമില്ല. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ സുദീർഘമായ ഉറക്കിലായിരുന്നു, അല്ലെങ്കിൽ കുറെ കാലം പിന്നിട്ടു പോയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ഒരു മാറ്റവും അവരുടെ ശരീരത്തിൽ ഒരു നിലക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്തരം ഒരു ചോദ്യം അവർ ചോദിക്കുന്നത്. അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ മഹാ അളമത്തിനെ
ഈ വരികൾക്കിടയിൽ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഈ പ്രപഞ്ചത്തിന്റെ നാഥന്റെ അളമത്ത് എന്താണ്, അവന്റെ മഹാശക്തി എന്താണ്, അവന്റെ ഇടപെടലിന്റെ അടയാളങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം തന്നെ ഇതിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തി പോകുന്നുണ്ട്. അപ്പോ അള്ളാഹു പിന്നീട് അള്ളാഹുവിന്റെ ഒരു അളമത്തിന്റെ ഭാഗത്ത് അള്ളാഹു വീണ്ടും പറയാണ്, ഖാലൂ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും ഫബഅസു അഹദക്കും ബിവരിഖിക്കും. അപ്പൊ നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവരില് പിന്നെ പെടുന്നനെ ഒരാൾ പറയാണ്, ഖാലൂ റബ്ബുക്കും, അവരെല്ലാവരും ഒറ്റടിക്ക് പിന്നെ പറയാ, വേണ്ട നമുക്ക് ആ ചർച്ച വിടാം. പിന്നെ റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, നിങ്ങള് പിന്നെ എത്ര വർഷമാണ് ഈ കഴിഞ്ഞുകൂടിയത് എന്നത് അത് ഏറ്റവും നന്നായി പിന്നെ നിങ്ങളുടെ റബ്ബിന്, നിങ്ങളുടെ പരിപാലകനായ നാഥനാണ് അത് അറിയുന്നത്. അതിനാൽ ആ ചർച്ച നമുക്ക് ഒഴിവാക്കാം. അതിൽ നമ്മൾ തർക്കിക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ തർക്കിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. എന്തിൽ തർക്കിക്കണം, എന്തിൽ തർക്കിക്കരുത് എന്നുള്ള ഒരു ചർച്ച കൂടി ഇവിടെ വരുന്നുണ്ട്. ഏതായാലും അവർ പിന്നീട് പറയാണ്, ഫബഅസു അഹദക്കും ബിവരിഖിക്കും, നിങ്ങള് പറഞ്ഞയക്കൂ അഹദക്കും, നിങ്ങളിൽ ഒരാളെ, ബിവരിഖിക്കും, നിങ്ങളിലുള്ള ആ വെള്ളി നാണയവുമായിട്ട്, ഈ വെള്ളി നാണയവുമായിട്ട് നിങ്ങൾ ഒരാളെ പറഞ്ഞയക്കൂ, ഇലൽ മദീനത്തി, പട്ടണത്തിലേക്ക്, ഫല്യൻദുർ, അയാള് നോക്കട്ടെ, അയ്യുഹ അസ്കാ ത്വആമൻ, ഏറ്റവും ശുദ്ധമായ ഹലാലായ ഭക്ഷണം എന്നിട്ട് അയാള് കണ്ടെത്തുകയും, ഫല്യഅ്തികും ബിറിസ്ഖിൻ മിൻഹു, എന്നിട്ട് അതിൽ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊണ്ടുവരികയും ചെയ്യട്ടെ. ഇവിടെ വലിയൊരു വിഷയം അള്ളാഹു ചർച്ച ചെയ്യുന്നുണ്ട്. ഇവരുടെ ജീവിത വിശുദ്ധിയെ, അവരുടെ ഈമാനിക ആഴത്തെ, അതിന്റെ ഗാഠമായ മൂർദ്ധമായ ഭാവത്തെ അള്ളാഹു ചെറിയൊരു വാക്കിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞു തരിക. നമ്മളെ ജീവിതത്തെ സൂക്ഷ്മമായി വിലയിരുത്തുവാൻ പ്രപഞ്ചനാഥൻ നമ്മോട് ബോധ്യപ്പെടുത്തുന്നുണ്ട്. അതെന്താണ്? നിങ്ങൾ പോയിട്ട് ആ ഗുഹാമുഖത്ത് കിടന്ന് അവര് എഴുന്നേറ്റപ്പോൾ അവർക്ക് സ്വാഭാവികമായും വിശപ്പ് അനുഭവപ്പെട്ടു. വിശപ്പ് അനുഭവപ്പെടുമ്പോൾ അവര് പറയുന്നൊരു വർത്തമാനമാണ്, എന്തെങ്കിലും പോയിട്ട് കൊണ്ടുവരൂ എന്നല്ല. വിശപ്പുണ്ടാവുമ്പോ എന്തെങ്കിലും എടുത്ത് ഞാൻ കഴിക്കട്ടെ എന്ന് പറയുന്ന ഒരു വർത്തമാനം ഉണ്ടല്ലോ, ആ വർത്തമാനമല്ല ഇവർ പറയുന്നത്. പിന്നെ എഴുന്നേറ്റ് വിശപ്പ് അനുഭവപ്പെടുമ്പോഴേ എന്തെങ്കിലും കൊണ്ടുവാ ഞാൻ കഴിക്കട്ടെ എന്ന് പറയുന്ന ഒരു സ്വഭാവത്തല്ല അവർ പ്രകടിപ്പിക്കുന്നത്. അവര് സ്വാഭാവികമായിട്ടും വന്നിരിക്കുന്നത് ഒരു കുഫ്രിന്റെ, അള്ളാഹുവിനോട് നിഷേധഭാവം പുലർത്തുന്ന, ഹലാല് ഹറാമ് വിഷയത്തിൽ ഒരു നോട്ടവുമില്ലാത്ത, ദിഷണാബോധവുമില്ലാത്ത ഒരു സമൂഹത്തിൽ നിന്നാണ് അവർ വന്നിരിക്കുന്നത്. അപ്പൊ പടച്ച തമ്പുരാന്റെ തൃപ്തിക്ക്, അവന്റെ നിയമത്തിന് വിരുദ്ധമായ ഒന്നും സംഭവിക്കാൻ പാടില്ല എന്നുള്ള അഗാധമായ അള്ളാഹുവിലുള്ള വിശ്വാസവും അവന്റെ നിയമത്തെ ജീവിതത്തിൽ പാലിക്കുവാനുള്ള ദൃഢബോധ്യവും ഈ വാക്കുകളിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഫല്യൻദുർ, അയാൾ നന്നായി നോക്കണം, അയ്യുഹ അസ്കാ ത്വആം, ഏറ്റവും നല്ല ഭക്ഷണം, ശുദ്ധമായ ഭക്ഷണം, ഹറാമ് കലരാത്ത നല്ല ഭക്ഷണം ഏതാണെന്ന് നോക്കിയിട്ട് കൊണ്ടുവരട്ടെ. ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ ഇടങ്ങളിലുമുള്ള വിശുദ്ധിയെ ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മള് ഇനി കുറച്ചു കഴിഞ്ഞ് അപ്പുറത്തുമ്പോൾ ഒരു പള്ളിയെ കുറിച്ച് കൂടി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതിനു മുമ്പേ നമുക്ക് ഇവിടെ അസ്ക എന്നുള്ള ഏറ്റവും ശുദ്ധമായ, വിശുദ്ധമായ ഒന്ന് എന്നുള്ള ആ ഒരു വിഷയത്തെ നമ്മൾ ചെറിയൊരു വിലയിരുത്തൽ കൂടി നടത്തിക്കൊണ്ട് നമ്മൾ ഈ ആയത്തിന്റെ ചർച്ച നമുക്ക് അവസാനിക്കും. ഭക്ഷണത്തെക്കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു മനുഷ്യരെ വിളിച്ചുകൊണ്ടും സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ടും രണ്ട് സംബോധന ശൈലി സ്വീകരിക്കുന്നുണ്ട്. അള്ളാഹു സ്രഷ്ടാവാണ്, ഖാലിഖാണ്, റാസിഖാണ്. അള്ളാഹു സ്രഷ്ടാവാണ്, അവന് ഭക്ഷണം നൽകുന്നവനാണ്. അള്ളാഹു റബ്ബു ആണ്, അള്ളാഹു സകല ചരാചരങ്ങളുടെയും പരിപാലകനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റുബൂബിയത്തിന്റെ ഭാഗമായി റബ്ബാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ, തത്വത്തിൽ അള്ളാഹു എല്ലാ മനുഷ്യരോടും കരുണ കാണിക്കുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യ ജീവിതത്തെ അള്ളാഹു എപ്പോഴും അതിനെ വിശുദ്ധമായിരിക്കണം എന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. ഖലീൽ ജിബ്രാനെല്ലാം പറയുന്നത് പോലെ അദ്ദേഹം മുഹമ്മദ് എന്ന് പറയുന്ന പിന്നെ അന്നബി എന്ന പുസ്തകത്തിൽ ഖലീൽ ജിബ്രാൻ പറയുന്നുണ്ട്, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്
പിശാചിനോട് തെറ്റുന്നതും തർക്കിക്കുന്നതും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അത് മനുഷ്യനോടുള്ള കാരുണ്യത്തിന്റെ, സ്നേഹത്തിന്റെ ഒരു മഹാ അവസ്ഥാന്തരീക്ഷത്തെ അത് നിങ്ങൾക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്നു എന്ന് ഖലീൽ ജബ്രാൻ പറയുന്നത് പോലെ അള്ളാഹു പിന്നെ എല്ലാ മനുഷ്യനോടുമുള്ള അള്ളാഹുവിന്റെ കാരുണ്യത്തെ അവ ഭൂമിയിലെ അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടിജാലങ്ങളിൽ ഉത്കൃഷ്ടനായ സൃഷ്ടിയാണ് മനുഷ്യൻ എന്നുള്ളത് കൊണ്ട് തന്നെ മനുഷ്യരോട് മുഴുവനും അള്ളാഹു ഒരേ സമയം സംവദിക്കുന്നു. പിന്നീട് നിയമങ്ങളെ കുറിച്ച് പറയുമ്പോൾ പടച്ച തമ്പുരാന് യഥാവിധി കീഴ്പ്പെട്ടവനോട് മാത്രം പറയുക എന്നുള്ള ആ നീതി പോലത്തെ അള്ളാഹു മുമ്പിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പൊ മനുഷ്യരോട് പറയുമ്പോൾ അള്ളാഹു എന്താണ് പറയാ? യാ അയ്യുഹന്നാസു കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ വലാ തത്തബിഉ ഖുതുവാത്തിശ് ശൈത്വാൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, കുലു മിമ്മാ ഫിൽ അർളി ഹലാലൻ ത്വയ്യിബ, നിങ്ങൾ എന്താണ് ഭക്ഷിക്കേണ്ടത്? ഭൂമിയിൽ നിന്ന് നിങ്ങൾ ഹലാലായതും ത്വയ്യിബായതും ഭക്ഷിക്കണം. അതാണ് അസ്കാ ത്വആമൻ, ഏറ്റവും ശുദ്ധമായത് ഭക്ഷിക്കണം. അത്ര നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമല്ലാത്ത ശുദ്ധമായത് മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ. മനുഷ്യനോടുള്ള അള്ളാഹുവിന് കീഴ്പ്പെട്ട പടച്ച തമ്പുരാന് സമർപ്പിതരായ ഒരു സമൂഹത്തോട് അള്ളാഹു സംവദിക്കുമ്പോൾ അള്ളാഹു ഹലാലി എന്ന വാക്ക് അവിടെ ഉപയോഗിക്കില്ല. ഹലാലി എന്ന വാക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് കൊണ്ടാണ്. കാരണം അവർ ഹലാല് മാത്രമേ ഭക്ഷിക്കുള്ളൂ. അത് ത്വയ്യിബായത് ആയിരിക്കണം എന്ന ഒരു 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 കാർക്കശ്യം അള്ളാഹു പുലർത്താൻ ആവശ്യപ്പെടുകയാണ്. തൊട്ട് ശേഷമുള്ള ആയത്തിൽ അള്ളാഹു പിന്നെ പറയാണ്, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ അള്ളാഹുവിൽ നിർഭയത്വം പ്രാപിച്ചവരെ, അള്ളാഹുവിന് സമർപ്പിതരായവരെ, കുലു മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നൽകിയതിൽ നിന്നും ത്വയ്യിബായതിനെ മാത്രങ്ങൾ എന്താക്കണം? ഭക്ഷിക്കണം. വഷ്കുറൂലില്ല, എന്നിട്ട് പടച്ച തമ്പുരാന് നിങ്ങൾ ശുക്ർ, നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുകയും വേണം. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അവനെ മാത്രം നിങ്ങൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നവരാണെങ്കിൽ. അപ്പൊ ഇവിടെ രണ്ട് വിഷയം അള്ളാഹു പറയാണ്. ഒന്ന്, മനുഷ്യ കുടുംബത്തെ മുഴുവനും സംബോധന ചെയ്യുമ്പോൾ എല്ലാവരോടുമുള്ള കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു മനുഷ്യരുടെ റബ്ബാണ് എന്നുള്ളതിന്റെ ഭാഗമായി അവന്റെ അഖ്വാഇനെ, അവന്റെ ദാനത്തെ അള്ളാഹു മനുഷ്യന്റെ മുമ്പിൽ സമർപ്പിക്കുകയാണ്, അവന് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ഹലാലും ത്വയ്യിബായത് ഭക്ഷിക്കണട്ട മനുഷ്യരെ, നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമല്ലാത്തത്, നിങ്ങളുടെ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ശുദ്ധമായതായിരിക്കണം, അതുപോലെ ഞാൻ നിങ്ങൾക്ക് അനുവദനീയമാക്കി തരുന്നതായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. അപ്പൊ അവിടെ ഇമാം ഷഹറാവി പറയുന്നത് പോലെ മനുഷ്യരോട് അള്ളാഹുവിന് കീഴ്പ്പെടേണ്ടതിന്റെ അനിവാര്യതയെ അള്ളാഹു അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യത്തെ അത് അള്ളാഹു പ്രകടിപ്പിക്കുന്നുണ്ട്. എത്രമാത്രം മനുഷ്യ ജീവിതത്തെ അള്ളാഹു പ്രധാനപ്പെട്ട ഒന്നായിട്ട് കാണുന്നു എന്നുള്ളതിനെ അള്ളാഹു ആ വരികളിൽ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. രണ്ടാമത്, സത്യവിശ്വാസികളെ കുറിച്ച് പടച്ച തമ്പുരാന് പ്രപഞ്ചനാഥന്റെ നിയമത്തിന് കീഴ്പ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിന് മാത്രമേ അവര് ഹലാല് ഹറാമിനെ അവർ സൂക്ഷ്മമായിട്ട് വിലയിരുത്തും എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഹലാലിൽ തന്നെ ത്വയ്യിബായതായിരിക്കണം, ശുദ്ധമായതായിരിക്കണം നിങ്ങൾ ഭക്ഷിക്കേണ്ടത് എന്നുള്ള ഒരു കാർക്കശ. അപ്പൊ അത് ഹലാലാണല്ലോ, അതുകൊണ്ട് എടുത്തോ എന്നുള്ളതല്ല. ആ ഹലാലാണെങ്കിൽ തന്നെ അവിടെ വേറെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് കൂടി നോക്കണം. നിങ്ങളുടെ ശരീരത്തിന് ഹാനികരമല്ലാത്തത് ഭക്ഷിക്കരുത് എന്നുള്ള ഒരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. കാരണം ഇന്നത്തെ പുതിയ ലോകത്ത് ഹലാൽ ഹറാമിനെ ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മുടെ നാട്ടിലെല്ലാം ധാരാളം പ്രശ്നങ്ങളും സങ്കീർണതകളും എല്ലാം തന്നെ ഈ വിഷയവുമായിട്ട് സൃഷ്ടിച്ചൊരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലെ? വലാത്ത ഉക്കുലു മിമ്മാലം യുദ്കരിസ്മുല്ലാഹി അലൈഹി, അള്ളാന്റെ നാമം ഉച്ചരിക്കാത്ത ഒന്നിനെ നിങ്ങൾ ഭക്ഷിക്കരുത്. സൂറത്ത് അൻആമില് ഹറാമ് ഹലാലിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു വളരെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെ അള്ളാഹു സത്യവിശ്വാസികൾക്ക് മുമ്പിൽ വെക്കുന്നുണ്ട്. പലപ്പോഴും അത് ഓതിപ്പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് വേണ്ടി അള്ളാഹു നിന്ന് അവതരിപ്പിക്കുകയാണോ, നമ്മളോട് ഇപ്പം ഇങ്ങോട്ട് സംസാരിക്കുകയാണ് എന്ന് തോന്നുമാത്രയിലുള്ള വർത്താനാണ് അള്ളാഹു സൂറത്ത് അൻആമിൽ പറഞ്ഞു പോകുന്നത്. വലാത്ത ഉക്കുലു മിമ്മ ലം യുദ്കരിസ്മുല്ലാ, അള്ളാന്റെ നാമം ഉരുവിടാത്ത ഒന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. വ ഇന്നഹു ലഫിസ്കുൻ, അത് മഹാവൃത്തികെട്ടതാണ് ആയതാണ്. വ ഇന്ന ശയാത്തീന ലയൂഹൂന ഇലാ ഔലിയാഇഹിം, ശൈത്താന്, പിശാച്ച് തിന്മകളുടെ നായകന്മാരിലേക്ക് ബോധനം നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിയുജാദിലൂക്കും, ആ വിഷയത്തിൽ നിങ്ങളോട് തർക്കിക്കാൻ വേണ്ടിയിട്ട്. വഇന്ന തഅ്തുമൂഹും, അവരെ നിങ്ങൾ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ, അവരിങ്ങനെ പറയുമ്പോൾ നമ്മളെല്ലാം പേടിച്ച് വിറച്ചിട്ട് നമ്മൾ എന്തൊക്കെയോലും ചെയ്തു പോയി കഴിഞ്ഞാല്, ഇന്നക്കും ലമുശ്രിക്കൂൻ, നിങ്ങൾ മുശ്രിക്കീങ്ങൾ തന്നെ കേട്ടോ. അപ്പൊ മുശ്രിക്കിയൻ സംവിധാനത്തിൽ, മുശ്രിക്കിയൻ സമൂഹം, അള്ളാഹുവിനോട്
അവരുടെ തന്നെ സൃഷ്ടാവിനോട് പങ്കാളികളെ ചേർത്തുകൊണ്ട് ഭൂമിയിൽ ളുൽമ് കാണിക്കുന്ന, അക്രമം കാണിക്കുന്ന, അനീതി കാണിക്കുന്ന, വൃത്തികേട് കാണിക്കുന്ന ഒരു സംഘങ്ങൾ ഹലാൽ ഹറാമിന് ചർച്ചയ്ക്ക് വിധേയമാക്കുന്നു. എന്നിട്ട് ഹലാലിന്റെ പേരിൽ ഒരു സമൂഹത്തെ നല്ലത് മാത്രം ഭക്ഷിക്കുകയും ശുദ്ധമായത് മാത്രമേ എടുക്കുകയുള്ളൂ എന്ന് നിശ്ചയം ചെയ്ത ഒരു സമൂഹത്തെ വൃത്തികെട്ടവരായിട്ട് ചിത്രീകരിക്കുന്ന ഒരു പുതിയ ലോകത്ത് അള്ളാഹു നമ്മളോട് പറയാണ്, അവര് പറഞ്ഞത് കേട്ടിട്ട് നിങ്ങളെല്ലാം കൂടി വാരിത്തിന്ന് ഹലാല് ഹറാമിലെല്ലാം കൈയൊഴിഞ്ഞു പോവുകയാണെങ്കിൽ ഇങ്ങളും എന്താണ് മുശ്രിക്കീങ്ങൾ എന്നെ കേട്ടോ എന്ന് അള്ളാഹു പറയാണ്. അപ്പൊ വളരെ സൂക്ഷ്മമായിട്ടാണ് അതിനെ വിലയിരുത്താൻ അള്ളാഹു ആവശ്യപ്പെടുന്നത്. ഈ ആയത്തിന്റെ സൂറത്ത് അന്നാമിലെ ഈ 121 ആയത്തിന്റെ മുകളിൽ ഇതുമായി ബന്ധപ്പെട്ട വലിയൊരു ചർച്ച അവിടെ നടക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ എല്ലാ അക്രമങ്ങളെയും ബാത്തിനിയും പിന്നെ അതുപോലെ തന്നെ ലാഹിറുമായ എല്ലാ അക്രമങ്ങളെയും ഒഴിവാക്കി ജീവിക്കേണ്ടതിന്റെ അനിവാര്യതയെ അള്ളാഹു ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇന്ന് ഷിർക്ക് വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന ഷിർക്കൽ ഉൽമുൻ അലീം എന്ന് പറയുന്നതിന്റെ എല്ലാം തന്നെ അർത്ഥവ്യാപ്തി എത്രമാത്രമാണെന്ന് പുതിയ ലോകത്തേക്ക് നോക്കിയാൽ മനസ്സിലാകും. എല്ലാ നന്മകളെയും തിന്മകളായിട്ട് അവതരിപ്പിക്കുന്ന, എല്ലാ നീതിബോധത്തെയും അനീതിയുടെ സംവിധാനങ്ങളായിട്ട് പിന്നെ വിലയിരുത്തുകയും ആ രൂപത്തിൽ സമൂഹ മധ്യത്തിൽ കളവ് പറഞ്ഞ് അതിനെ സ്ഥാപിക്കുകയും ചെയ്യുന്ന പുതിയ ലോകത്ത് വിശുദ്ധ ഖുർആനെ നന്നായി വായിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും അതിനെ വിലയിരുത്തി നമ്മൾ പുതിയ തലമുറക്ക് അതിന്റെ വിശുദ്ധിയെ കൈമാറുകയും ചെയ്യേണ്ടതിന്റെ അനിവാര്യതയെ നമ്മുടെ ചുറ്റുപാട് ഓരോ ദിവസവും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹലാല് ഹറാമിന്റെ വിഷയത്തിൽ എന്തെല്ലാം ചർച്ചയാണ് നടന്നിരിക്കുന്നത്. ഹലാലാകുക എന്ന് പറഞ്ഞാൽ അത് ശുദ്ധമായത് മാത്രമേ ശുദ്ധമായത് മാത്രം എടുക്കുകയും കുടിക്കുകയും ഉടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് അതിന്റെ തേട്ടം. അല്ലാതെ അറുത്തത് മാത്രം മാംസത്തിൽ മാത്രം ഒതുക്കുകയാണ്. എന്നിട്ട് അതിനെ ഒരു ഭീകരമായ ഒരു പ്രവൃത്തിയായി, ഏറ്റവും ക്രൂരമായ ഒരു ചെയ്തിയായിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ ഹലാലാകുക എന്ന് പറയുമ്പോ അള്ളാഹു റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് നമുക്ക് കാണാൻ പറ്റും. കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് ശുദ്ധമായത് മാത്രം ഭക്ഷിക്കണമെന്ന് പറയുന്ന നമ്മൾ മേൽ പറഞ്ഞ ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, യാ മഅ്ശറൽ അംബിയ, അല്ലയോ അംബിയാക്കന്മാരെ, അള്ളാഹു വിശുദ്ധനാണ്, അള്ളാഹു വിശുദ്ധമായത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അതിനാൽ നിങ്ങൾ ഭക്ഷിക്കുന്നത് ശുദ്ധമായിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രവാചകന്റെ ഒരു ശ്രദ്ധേയമായ ദീപ്തമായ ഒരു വചനമുണ്ട്. അവിടെ റസൂലുള്ളാഹി പറയുന്നുണ്ട്, പ്രാർത്ഥന എങ്ങനെയാണ് സ്വീകരിക്കുക, പ്രാർത്ഥന എങ്ങനെയാണ് നിങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കുക. ചില ആളുകൾ വന്ന് പ്രാർത്ഥന സ്വീകരിക്കുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഹറാമുൻ വ മശ്റബുഹു ഹറാമുൻ വ മൽബസുഹു ഹറാമുൻ, നിങ്ങൾ കുടിക്കുന്നത് ഹറാമായതാണ്, നിങ്ങൾ കഴിക്കുന്നത് ഹറാമായതാണ്, നിങ്ങൾ ധരിച്ചിരിക്കുന്നത് ഹറാമാണെന്ന് പറഞ്ഞാൽ എന്താണ്? അത് നിങ്ങൾ അന്യായമായി എടുത്ത ഒരിക്കലും നന്മയുടെ മാർഗത്തിലൂടെ എല്ലാവരും സമ്പാദിച്ചത് കൊണ്ട് നിങ്ങൾ കുടിക്കുകയും ഭക്ഷിക്കുകയും ഉടുക്കുകയും ചെയ്യുന്നതാണ് ഹറാമ് എന്നാണ്. അതൊന്നും ഹലാലല്ല, ഹറാമാണെന്ന്, ശുദ്ധമായതല്ല, വിശുദ്ധമായതല്ല, അത് നിഷിദ്ധമായതാണ് എന്നാണ്. അപ്പോ ഇതിന്റെ എല്ലാം തന്നെ അർത്ഥം അറിയാതെ എന്തോ ഒരു അപകടമാണ് എന്ന രൂപത്തിലാണ് സംസാരിക്കുന്നത്. അപ്പൊ മൃഗത്തെ അറുക്കുക എന്ന് പറഞ്ഞാൽ ആ മൃഗത്തിൽ നിന്ന് രക്തം നിഷിദ്ധമാണെന്നാണ് അടിസ്ഥാനപരമായിട്ട് പഠിപ്പിക്കുക. അപ്പൊ രക്തം പൂർണ്ണമായിട്ട് ഒഴുക്കിക്കളഞ്ഞതിന് ശേഷം അതിനെ ശുദ്ധമാക്കിയതിന് ശേഷം കഴിക്കുക എന്നാണ് പറഞ്ഞു വെക്കുന്നത്. നിങ്ങളുടെ വെള്ളം ഹറാമാവരുത് എന്ന് പറഞ്ഞാൽ അന്യായമായി എടുത്തതോ മോഷ്ടിച്ചതോ തെറ്റായ മാർഗത്തിലൂടെ നിങ്ങൾ നേടിയെടുത്ത പൈസ കൊണ്ട് വാങ്ങിയതോ ആവരുത് എന്നാണ്. നിങ്ങളുടെ വസ്ത്രം ഹറാമായതാകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം നിഷിദ്ധമായ സമ്പത്ത് കൊണ്ട് വാങ്ങി ധരിക്കുന്നതാകരുത് എന്നാണ്. ഭക്ഷണം നിഷിദ്ധമാകരുത് എന്ന് പറഞ്ഞാൽ ഹലാലാകണം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് ഹലാലായതുകൊണ്ട് മാത്രമേ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ 5 ഉപദേശമുണ്ട്. ആ 5 ഉപദേശത്തിൽ റസൂലുള്ള പറയുന്നത്, നിങ്ങൾ നിഷിദ്ധമായതിനെ മുഴുവനും സൂക്ഷിക്കണം. ആ വെള്ളിയാഴ്ചയും എനിക്ക് തോന്നുന്നത് ഈ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞ്, സ്വലാത്ത് കഴിഞ്ഞ്, അള്ളാഹുവിനോടുള്ള നന്ദി പ്രകാശനം കഴിഞ്ഞ് സൂറത്തുൽ കഹ്ഫിന്റെ ആമുഖമെങ്കിലും വായിച്ചവരെ ഇക്കാര്യം ഇതെല്ലാം കേൾക്കുന്നത് അല്ലേ? ആ ആമുഖത്തിൽ വീണ്ടും നമ്മൾ ഒരു സമൂഹം എല്ലാ പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കുമ്പോഴും ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ട് അവർ ഗുഹാമുഖത്ത് അഭയം പ്രാപിച്ചിരിക്കുമ്പോൾ പോലും അവർക്ക് വിശക്കുമ്പോൾ
അവര് പറയുന്നത് ഏറ്റവും ശുദ്ധമായത് നിങ്ങൾ പോയി കൊണ്ടുവരൂ എന്നാണ്. ഒരു ക്രൂരരായ അക്രമികളായ പടച്ചതമ്പുരാന് പങ്കാളികളെ ചേർക്കുന്ന, അതിനെ മനോഹരമായിട്ട് കാണുന്ന, അതിനെ ജീവിതത്തിന്റെ ആനന്ദമായിട്ട് കാണുന്ന ഒരു സമൂഹത്തിന്റെ ഇടയിൽ നിന്ന് എല്ലാ നന്മക്കും വേണ്ടി ജീവിക്കുന്ന, എല്ലാ വിശുദ്ധിയെയും ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം വിശപ്പ് അനുഭവപ്പെടുമ്പോൾ പോലും നിങ്ങൾ ശുദ്ധമായത് മാത്രം കൊണ്ടുവരൂ, ഒരാളത് നിങ്ങൾ മോഷ്ടിക്കരുത്, അല്ലെ, ഒരു തിന്മയും ചെയ്യരുത് എന്നാണ് സത്യത്തിൽ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മോഷ്ടിച്ചതാവരുത്, അന്യായമായി എടുത്തു കൊണ്ടുവരുന്നതാവരുത്, അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ അശുദ്ധി ചാർത്തപ്പെട്ട, അല്ലെങ്കിൽ അള്ളാഹുവിന് തൃപ്തിക്ക് വിരുദ്ധമായ ഏതെങ്കിലും ഒന്ന് ചാർത്തപ്പെട്ടതാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സൂക്ഷ്മത പുലർത്താൻ ആവശ്യപ്പെടുകയാണ്. നമ്മളുടെ സമൂഹം ഉണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാടുകൾ ഉണ്ടല്ലോ, ഇത് പൂർണ്ണമായിട്ട് നമ്മുടെ ചുറ്റുപാട് ഇവിടെ അള്ളാഹു പ്രതിപാദിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ചുറ്റുപാടുകൾ ഇവർ അഭിമുഖീകരിച്ച അതേ ഒരു ചുറ്റുപാടിനെ പ്രതിനിധീകരിക്കുന്നുണ്ട്. ഇവര് എന്തെല്ലാം പ്രയാസങ്ങൾ, അതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ആമുഖത്തിൽ പറഞ്ഞത്, സൂറത്തുൽ കഹ്ഫ് ദജ്ജാലിന്റെ ആഗമനത്തോടുകൂടി ദജ്ജാൽ പ്രകടിപ്പിക്കുന്ന 4 അപകടകരമായ സൂചനകളെ ചർച്ച ചെയ്യപ്പെടുകയാണ് അള്ളാഹു സൂറത്തുൽ കഹ്ഫിൽ ചെയ്യുന്നത്. 4 അപകടവുമായിട്ടാണ് ദജ്ജാൽ ഭൂമിയിൽ വരിക. അതിലൊന്ന് സത്യവിശ്വാസികളെ പീഡിപ്പിക്കുമെന്നുള്ളത് നമ്മളതിലും വളരെ വിശാലമായി ഇതിന്റെ ആമുഖത്തിൽ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. ദജ്ജാല് പിന്നെ സത്യവിശ്വാസികളെ പീഡിപ്പിക്കും. അതുകൊണ്ട് തന്നെ സൂറത്ത് കഹ്ഫിന്റെ ആമുഖം ഒരു സത്യവിശ്വാസികളെ ഏതെല്ലാം രൂപത്തിൽ പീഡിപ്പിക്കപ്പെടുമെന്നും എല്ലാ കാലത്തും മാറി മറിയുന്ന ദജ്ജാലുമാര് എങ്ങനെയൊക്കെയാണ് നന്മകളെ തിന്മകളാക്കി മാറ്റുകയും സത്യത്തെ അസത്യമായി വളച്ചൊടിക്കുകയും സത്യത്തെ പുൽകുകയും സത്യത്തിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്ന ആളുകളെ ഏതെല്ലാം തരത്തിൽ പീഡിപ്പിക്കുകയും അവരെ ഏതെല്ലാം തരത്തിൽ അക്രമികളാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളതിനെ കുറിച്ചുള്ള ആദ്യ ആമുഖ ചർച്ചയാണ് അള്ളാഹു സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗത്ത് നടത്തുന്നത് എന്ന് നമ്മൾ പറഞ്ഞു പോയിണ്ടായി. എല്ലാ കാലത്തുമുള്ള ദജ്ജാലുമാര് അവരുടെ ആ ഒരു സ്വഭാവത്തെ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ ജീവിതവുമായിട്ട് ഇതിനെ ചേർത്ത് വെക്കേണ്ടതുണ്ട്. നമ്മളും ഇതിൽ സൂക്ഷ്മത പാലിക്കേണ്ടതുണ്ട്. നമ്മളും ഒന്ന് കഴിഞ്ഞാൽ പിന്നെ മറ്റൊന്ന്, അതിനപ്പുറം വേറൊന്ന്, പ്രശ്നങ്ങളെ കൊണ്ട് പ്രശ്നങ്ങൾ, സങ്കീർണതകളെ കൊണ്ട് സങ്കീർണതകൾ സൃഷ്ടിക്കുന്ന ഒരു പുതിയ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണം എന്ന് അറിയാതെ ഇങ്ങനെ പിന്നെ അന്തം വിട്ട് മേലോട്ട് നോക്കി നിൽക്കുകയാണ്. എന്ത് പറയണം, എന്ത് ചെയ്യണം എന്നിട്ട് തോന്നിയതുപോലെ പറയുക. അവിടെ എന്നാ അങ്ങനെ ആയിക്കോട്ടെ, എന്നാ കിട്ടുന്നത് കൊണ്ടുവരും, ആ കിട്ടുന്നത് അങ്ങ് ആയിക്കോട്ടെ എന്ന് പറയല്ല. ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന സത്യവിശ്വാസിയുടെ സത്യസന്ധമായ സമീപനത്തെ അള്ളാഹു എടുത്തു കാണിക്കുമ്പോഴും അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ തോന്നിയത് പറയുന്ന, അന്തം വിട്ടുപോയ, തരിച്ചുപോയ ഒരു നേതൃത്വങ്ങളെപ്പോലുമാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണവും വസ്ത്രവും അതുപോലെ തന്നെ നിങ്ങളുടെ ഉടയാടകളും മാത്രമല്ല ഹലാലാവേണ്ടത്, നിങ്ങൾ സുജൂദ് ചെയ്യുന്ന ഇടങ്ങൾ പോലും ഹലാലാവേണ്ടതുണ്ട്. എടുത്ത ഒരു ഇടങ്ങളിലും അള്ളാഹുവിന്റെ സാഷ്ടാംഗം ചെയ്യാനുള്ള ഒരു ഇടം പണിയാൻ പറ്റൂല എന്നുള്ളത് അത് ബേസിക്കായ അടിസ്ഥാനപരമായ തത്വമാണ്. അതുകൊണ്ട് പരിശുദ്ധ റസൂല് മദീനയിൽ പോയപ്പോഴ് എത്തീമക്കളായ 2 കുട്ടികളെ ഭൂമി കാശ് കൊടുത്തിട്ട് അവരെ പൂർണ്ണ സമ്മതത്തോടു കൂടിയിട്ടാണ് മസ്ജിദുൻ നബവി പണിയുന്നത്. ഇനി മസ്ജിദുൽ ഹറമിലേക്ക് നോക്കുക. ഇന്ന് കാണുന്ന മസ്ജിദ് അത് ചതുരാകൃതമായ രൂപത്തിലല്ലല്ലോ മസ്ജിദിന്റെ രൂപമുള്ളത്. അതിനപ്പുറം അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഭാഗം പിന്നെ ഹറമിനുണ്ട്. എന്താണ് ആ വൃത്താകൃതിയിലുള്ള ഭാഗം? എന്താ അങ്ങനെ വന്നത്? അതുകൂടി ചേർന്നതാണല്ലോ പിന്നെ കഅബ എന്ന് പറയുന്ന പള്ളി. പക്ഷേ അവിടെ എന്തുകൊണ്ട് ആ രൂപത്തിൽ അതിനെ ഒഴിവാക്കി? ഒരു പ്രവാചകന്മാരുടെ സന്ദേശത്തോട് ഹൃദയബന്ധം അന്നും നിലനിന്നിരുന്ന ആ സമൂഹം ശുദ്ധമായത് കൊണ്ടല്ലാതെ, ശുദ്ധമായ സമ്പത്ത് കൊണ്ടല്ലാതെ പടച്ച തമ്പുരാന് സാഷ്ടാംഗം നമിക്കുന്ന ഇടം പാടില്ല എന്ന് അവർക്ക് ബോധ്യമുണ്ടായിരുന്നു. അപ്പൊ ശുദ്ധമായ സമ്പത്ത് തീർന്നപ്പോഴേ അവരെന്താക്കി? ഉള്ള കാശ് കൊണ്ട്, ഉള്ള ഹലാലായ സമ്പത്ത് കൊണ്ട്, ഏറ്റവും വിശുദ്ധമായ സമ്പത്ത് കൊണ്ട് അവര് ആ ഇടത്തെ പണി തീർത്തു. അവർക്ക് സാധിക്കാത്ത ഇടത്തെ അർദ്ധവൃത്താകൃതിയിലാക്കി പിന്നെ ഒരാൾ വലുപ്പത്തിൽ അതിന് മതിൽ ചുറ്റ് സൃഷ്ടിച്ചുകൊണ്ട് അതിനെ
പരിപാലിക്കുകയും ചെയ്തു. ആ ഒരു ആദ്യത്തെ ഭൂമുഖത്തെ മനുഷ്യനെ ആ മസ്ജിദിനെ കുറിച്ച് പിന്നീട് പ്രപഞ്ചനാഥൻ മനുഷ്യ കുടുംബത്തെ ബോധ്യപ്പെടുത്തുന്നത് കഅബ എന്ന് പറയുന്ന പള്ളിയെ, മസ്ജിദിനെ മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ വെക്കുമ്പോൾ അള്ളാഹു പിന്നീട് പരിചയപ്പെടുത്തുന്നത് അത് മനുഷ്യർക്ക് ശാന്തിയും അവരുടെ മാർഗദർശനത്തിന് വെളിച്ചവും നൽകുന്ന ഇടം എന്നാണ് അള്ളാഹു അതിനെ പരിചയപ്പെടുത്തുന്നത്. ഇന്ന അവ്വല ബൈത്തിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക്കൻ, അത് ഏറ്റവും വിശുദ്ധമായതാണ്, അത് ഹിദായത്താണ്, മാർഗദർശനമാണ്. അതുപോലെ തന്നെ അത് നിർഭയത്വം നൽകുന്നതാണ് എന്ന് പറയുകയാണ് അള്ളാഹു. അതുകൊണ്ട് കഅബ എന്ന് പറയുന്നത് ഏറ്റവും വിശുദ്ധമായ ഇടമാണ്. ആ വിശുദ്ധമായ ഇടം എന്ന് പറയുന്നത് അതിന്റെ ഓരോ കല്ലുകളും ശുദ്ധമായ, ഹലാലായ, ഒരു അന്യായമായ ഒന്നുകൊണ്ടും നിർമ്മിക്കാത്ത ഒരു വിശുദ്ധമായ ഇടമാണ് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ അള്ളാഹു അതിന് പാവനത്വം നൽകിയ, അതിന് വിശുദ്ധി നൽകിയ ഒരിടം കൂടി എന്ന് നമുക്ക് അർത്ഥം അതിനോട് ചേർത്ത് വായിക്കാം. അതുകൊണ്ട് ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന ഏതൊരു മസ്ജിദിനും, മസ്ജിദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ഇമാം അബുൽ ഹസൻ അലി നദവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നുണ്ട്, പിന്നെ എല്ലാ മസ്ജിദുകൾക്കും നിസ്ബത്തുണ്ട്, പള്ളി എന്ന് പറയരുത് എന്ന് അദ്ദേഹം അതിന് പറയുന്നു. മസ്ജിദ് എന്ന വാക്കുകൊണ്ട് മാത്രമേ പിന്നെ ഓരോ സുജൂദ് ചെയ്യുന്ന ഇടത്തെയും നിങ്ങൾ പറയാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ കുറെ ആശയങ്ങളുണ്ട് എന്നുള്ളതാണ്. മസ്ജിദ് എന്ന് പറഞ്ഞാൽ സാഷ്ടാംഗം നമിക്കുന്ന ഇടം എന്നാണ്. പ്രപഞ്ചനാഥൻ അവന് നൽകിയ മുഴുവൻ അനുഗ്രഹങ്ങൾക്കും 5 നേരവും അല്ലെങ്കിൽ മനുഷ്യന് തോന്നുന്ന സമയത്തെല്ലാം തന്നെ സാഷ്ടാംഗം നമിക്കുന്ന, നെറ്റി മണ്ണിൽ വെച്ച് കൈകുത്തി, പിന്നെ അവന്റെ മുട്ടുകുത്തി, അവന്റെ വിരലുകൾ മണ്ണിനോട് ചേർത്തി വെച്ച് ഹൃദയത്തിൽ നിന്ന് ആത്മാവ് കൊണ്ട് നടത്തുന്ന നന്ദി പ്രകാശനത്തെയാണ് സുജൂദ് എന്ന് പറയുന്നത്. അപ്പൊ സുജൂദ് ചെയ്യുന്ന ഇടം ഏറ്റവും വിശുദ്ധമായിരിക്കണം. അതിൽ ലോകത്ത് നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഏറ്റവും വിശുദ്ധമായ ഇടമാണ് കഅബ എന്ന് പറയുന്നത്. ആ കഅബയുമായിട്ടാണ് ലോകത്ത് നിർമ്മിക്കപ്പെടുന്ന എല്ലാ മസ്ജിദുകൾക്കും നിസ്ബത്തുള്ളത്, ബന്ധമുള്ളത്. അപ്പോ ഒരു അക്രമിയായ മനുഷ്യൻ പോലും മസ്ജിദ് എന്ന് പറയുന്ന സാഷ്ടാംഗം നമിക്കാൻ നിർമ്മിക്കപ്പെടുന്ന ഒരിടത്തെ അന്യായമായി പിടിച്ചതാവില്ല. അന്യായമായി എന്തെങ്കിലും തകർത്തുകൊണ്ട് നിർമ്മിച്ചതാകാൻ ഒരു സാധ്യതയുമില്ല. കാരണം അത് ഒരു അക്രമിയുടെ മനസ്സിൽ പോലും, പടച്ച തമ്പുരാനോട് ചെറിയ ബന്ധമുള്ള ഒരു മനുഷ്യന്റെ ഉള്ളിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ധർമ്മബോധമാണ്. ആ ധർമ്മബോധത്തെ പ്രത്യേകിച്ച് മസ്ജിദ് നിർമ്മാണത്തിൽ അത് പൂർണ്ണമായി പ്രകടിപ്പിച്ചിരിക്കും. അതിനാൽ സത്യവിശ്വാസികളെ അക്രമികളായി ചിത്രീകരിക്കുന്ന ലോകത്ത്, കള്ളന്മാരായി ചിത്രീകരിക്കുന്ന ലോകത്ത്, കൊള്ളക്കാരായി ചിത്രീകരിക്കുന്ന ലോകത്ത് ഞങ്ങൾ കള്ളന്മാരല്ല എന്നും കൊള്ളക്കാരല്ല എന്നും, ഞങ്ങൾ ഹലാലിന്റെയും ഹറാമിനെയും വേർതിരിച്ച് മനസ്സിലാക്കി ശുദ്ധമായത് മാത്രം സ്വീകരിക്കുന്നവരാണെന്ന് പറയാൻ നേതൃത്വം തയ്യാറാവണം. സത്യം ഇവിടെ ഇതിന്റെ ഉള്ളിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഒരു വായനുണ്ട്. മുസ്ലിങ്ങൾ മുഴുവനും കള്ളന്മാരാണ്, കൊള്ളക്കാരാണ് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. ആ കള്ളന്മാരാണ്, കൊള്ളക്കാരാണെന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങൾ ശുദ്ധമായത് മാത്രമേ എടുക്കുകയും ഭക്ഷിക്കുകയും ആ ശുദ്ധമായിടങ്ങളിൽ മാത്രമേ ഞങ്ങൾ സാഷ്ടാംഗം നമിക്കുകയും ചെയ്യുകയുള്ളൂ എന്ന് നമ്മൾ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തിന് ആരാണ് സത്യവിശ്വാസി എന്ന് ബോധ്യപ്പെടുത്തേണ്ട ഒരു വലിയ സാഹചര്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണോ? നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെ നിങ്ങൾക്കറിയില്ല. നിങ്ങൾ കള്ളന്മാരാണെന്നതിൽ പറയുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കണത്. പക്ഷേ ഞങ്ങൾ ഒരിക്കലും ഭൂമിയിൽ ഒന്നും മോഷ്ടിക്കുന്നവരല്ല. ഞങ്ങൾ മരണാനന്തര ജീവിതത്തെ ഭയപ്പെടുന്നവരാണെന്നും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ കാത്തിരിക്കുന്നവരാണെന്നും ഞങ്ങളുടെ ജീവിതം ചോദ്യം ചെയ്യപ്പെടുന്നതാണെന്നും ആ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ സ്വർഗലോകത്തെ പുൽകുവാൻ വേണ്ടി വമ്പൽ കൊള്ളുന്നവരാണെന്നും അതിനാൽ അന്യായമായത് ഒന്നും എടുക്കുകയോ ഒന്നും കുടിക്കുകയോ ഒന്നും ഉടുക്കുകയോ അല്ലെങ്കിൽ അന്യായമായി എടുത്ത ഒരിടങ്ങളിൽ സാഷ്ടാംഗം നമിക്കുന്നവരോ അല്ല. അത്തരം ഇടങ്ങളിൽ സാഷ്ടാംഗം നമിക്കാൻ ആരും തന്നെ ഒന്നും നിർമ്മിക്കുകയും ചെയ്യുകയില്ല എന്ന് തുറന്ന് പറഞ്ഞ് നമ്മുടെ പൊതു ഇടങ്ങളോട് നമ്മൾ സംവദിക്കേണ്ടതുണ്ട്. സത്യവിശ്വാസികൾ വിശുദ്ധരാണ് എന്ന് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മളാണ് ഇത്തരം ചർച്ചകൾ വരുമ്പോൾ നമ്മൾ അതിന്റെ ഉള്ളിൽ നല്ല വായന നടത്തി അതിന്റെ ഉള്ളിൽ അവർ ഉദ്ദേശിക്കുന്ന കുതന്ത്രങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് പൊതു ഇടങ്ങളോട് അമ്പിയാക്കന്മാരുടെ മൻഹജിനെ കുറിച്ച്, വിശുദ്ധമായ പാരമ്പര്യത്തെക്കുറിച്ച്, വിശുദ്ധമായ സന്ദേശങ്ങളെ കുറിച്ച് നാം സംവദിക്കേണ്ടതുണ്ട്. ഞാൻ തുറന്നു പറയുന്നു, നിങ്ങൾ കള്ളന്മാരാണെന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്.
ഇവർ കൊള്ളക്കാരാണെന്ന് പറയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ നാട്ടുരാജാക്കന്മാരുടെ നാടായിരുന്നു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങളും അതുപോലെ തന്നെ പൊളിക്കലും നിർമ്മാണങ്ങളും എല്ലാം നടന്നിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും ഒരു മസ്ജിദ്, ഏതൊരു അക്രമിയാണെങ്കിൽ പോലും ഒരു മസ്ജിദ് ഒരിക്കലും തന്നെ അന്യായമായി ആരിൽ നിന്നെങ്കിലും കൈപ്പറ്റിയ ഒന്നിന്റെ മുകളിൽ നിർമ്മിക്കപ്പെടുകയില്ല എന്നുള്ളത് അടിസ്ഥാന തത്വമാണ്. അവിടെ ആരും സുജൂദ് പോയി ചെയ്യൂല. കാരണം പിന്നെ മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ എന്ന് സൂറത്ത് തൗബയിൽ പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ളിറാറിന് വേണ്ടി നിർമ്മിക്കപ്പെടുന്ന ഇടത്തെ പോലും നിരാകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന വേദമാണ് വിശുദ്ധ ഖുർആൻ, അല്ലെ? ളിറാറിന് വേണ്ടി നിർമ്മിക്കുന്ന, സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെടുന്ന പിന്നെ ഇടങ്ങളെ സ്വീകരിക്കാൻ പാടില്ല എന്നാണ്. അതാണ് അബു ആമിർ അറാഹിബ്, അദ്ദേഹം പിന്നെ റസൂലുള്ളാഹിനെ ചതിയിൽപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളാണ്. അങ്ങനെ സത്യവിശ്വാസികൾക്കിടയിൽ കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട്, അവർക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിക്കപ്പെട്ട ഒരു പള്ളിയാണ് മസ്ജിദുൽ, അതിന് പേരെന്നെ മസ്ജിദുൽ ളിറാർ എന്നാണ്. അള്ളാഹു തന്നെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ചതിയിലൂടെ നിർമ്മിക്കപ്പെടുന്ന ഒന്നിലും നിൽക്കുവാൻ പാടില്ല എന്നുള്ളതാണ് അടിസ്ഥാനം. വല്ലദീന തഖദു മസ്ജിദൻ ളിറാറൻ വ കുഫ്റൻ അല്ലെ വതഫ്രീഖൻ ബൈനൽ മുഅ്മിനീന വഇർസാദൻ ലിമൻ ഹറബല്ലാഹ വറസൂലഹു മിൻ ഖബൽ. എന്നിട്ട് പിന്നെ പറയുന്നു ലാ തഖും ഫീഹി അബദ അല മസ്ജിദുൻ ഉസ്സിസ അല തഖ്വ മിൻ അവ്വലി യൗമിൻ അഹഖു അൻ തഖൂമ ഫീഹി റിജാലുൻ യുഹിബ്ബൂന അൻ യതതഹറു വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. സുബ്ഹാനല്ലാഹ്. അഗാധമായ വാക്കുകളെ കൊണ്ടാണ് ഒരു മസ്ജിദ് നിർമ്മാണത്തെ പോലും അള്ളാഹു വിശദീകരിക്കുന്നത്. ഒരു സാഷ്ടാംഗ നമിക്കാൻ പ്രപഞ്ചനാഥന് അള്ളാഹു ത്വയ്യിബായ വിശുദ്ധനായ പ്രപഞ്ചനാഥന് സാഷ്ടാംഗ നമിക്കാനുള്ള ഇടത്തെ പോലും ഏറ്റവും വിശുദ്ധമായ പവിത്രമായിരിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്തുകളെല്ലാം നമ്മൾക്ക് ഇന്ന് അവതരിപ്പിച്ചതുപോലല്ലേ? അതിനെ ഏറ്റവും നന്നായി നമ്മൾ വിശദീകരിക്കേണ്ടതില്ലേ? പൊതു ഇടങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടതില്ലേ? ഇവിടെ നമ്മൾ ഭക്ഷണത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്, ഭക്ഷണത്തിന്റെ വിശുദ്ധിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നിങ്ങൾ ഭക്ഷണം കഴിച്ച് ശുക്ർ ചെയ്യണ്ടേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, നിങ്ങൾ ഏറ്റവും വിശുദ്ധമായത് ഭക്ഷിക്കണം. എന്നിട്ടോ വഷ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് നന്ദി കാണിക്കണം. നന്ദി അൽഹംദുലില്ലാ എന്ന് പറയല് മാത്രമല്ല നന്ദി എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വലാത്തിന് നിസ്കാരം എന്നുള്ള വാക്കുകൊണ്ട് അർത്ഥം പറഞ്ഞാണ് പ്രശ്നമായത്. നിസ്കാരം എന്നുള്ള ഒരു അർത്ഥം ഒന്നും അതിന് പറയാൻ പാടില്ല. മക്കളോട് എപ്പോഴും ഓരോ വാക്കിന്റെയും ഉള്ളിലുള്ള നമ്മുടെ ആത്മാവിനെ ഉദ്ദീപിക്കുന്ന രൂപത്തിലുള്ള അർത്ഥമാണ് പിന്നെ കൊടുക്കേണ്ടത്, പറയേണ്ടത്. അതുകൊണ്ടാണ് റസൂലുള്ള രാത്രി നേരങ്ങളിൽ പ്രപഞ്ചനാഥന്റെ മുമ്പിൽ, രാത്രി നേരങ്ങളിൽ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ നടത്തുന്ന സാഷ്ടാംഗത്തെ ശുക്രിന്റെ അടയാളമായിട്ട് ആയിഷ ബീവിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നന്ദിയുള്ള മനുഷ്യനാവണ്ടേ എന്നാണ്. ഓരോ സാഷ്ടാംഗവും നന്ദിയുടെ മൂർത്തമായ ഭാവമാണ്, നന്ദി പ്രകാശനത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് അള്ളാഹു നിങ്ങൾ ഹലാല് ഭക്ഷിച്ചിട്ട് വഷ്കുറൂലില്ല, നിങ്ങൾ ശുക്ർ ചെയ്യുവീൻ, നന്ദി കാണിക്കും. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, അവന് നിങ്ങൾ പ്രണാമമർപ്പിക്കുന്നവരാണെങ്കിൽ, അവന് നിങ്ങൾ പൂർണ്ണമായി കീഴ്പ്പെട്ടവരാണെങ്കിൽ നിങ്ങൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുകയും ചെയ്യുവീൻ. ഓരോ അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കും അള്ളാഹു നാളെ യൗമുൽ ഖിയാമയിൽ. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ഇവിടെ ഈ വിഷയം ഇന്ന് നമ്മളെ ഈ ആയത്ത് പൂർണ്ണമാക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമുക്ക് ഇതൊന്നും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വീണ്ടും ഇതിന്റെ പിന്നെ ഈ വിഷയം ഒന്നും കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ. ശുദ്ധമായത് മാത്രം ഭക്ഷിക്കുകയും കുടിക്കുകയും ഉടുക്കുകയും ശുദ്ധമായ ഇടങ്ങളിൽ മാത്രം സാഷ്ടാംഗ നമിക്കുകയും ചെയ്യുന്ന വിശുദ്ധരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എല്ലാ തിന്മകളെയും അതിജയിക്കുവാനും എല്ലാ അധർമ്മങ്ങൾക്കും ഉള്ളിൽ നന്മയെ സ്ഥാപിക്കുവാനുമുള്ള എല്ലാ ശക്തിയും കഴിവും ഈമാനിക ആവേശവും അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചെറിയ ചർച്ച അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.